പുതിയ ഫോട്ടോഷൂട്ട് അല്ലേ? ഇല്ല. ഹായ് ഗൈസ്, അപ്പോൾ അതെ നമ്മൾ ഇറങ്ങുന്നുള്ളൂ. നമ്മളെ ചങ്ക് കൃഷ്ണ നമ്മളെ കൂടെ ഉണ്ട്. നമുക്കൊരു ടാറ്റു ചെയ്യേണ്ടിരുന്നു ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് സമയത്ത് 8 മണി ആയിട്ടില്ല. അതെ അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം എന്നാൽ അത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളിത് അവളെ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തെറിക്കുന്നത്. CNG 4-5-6 വട്ടമുണ്ട്. തിരക്കായിട്ടില്ല. ലോക്കലോട്ടൊക്കെ ഓടാനില്ല. വലിയ ഓട്ടം ഓടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ചിട്ട് പോകേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പം എന്നാൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിരിക്കണം. എന്തായാലും ഇവിടെ എത്തി. ഞാൻ ചങ്ങമ്പുഴ പോയി കിടക്കണം. അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ട് ഇനി വണ്ടി എടുക്കുന്നുള്ളൂ ഗൈസ്. ഗൈസ് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 333 രൂപ അങ്ങനെ എന്താ റേറ്റ് കാണിച്ചത്. 3/4 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. എട്ടാന്നൊന്നും എനിക്കറിയത്തില്ല. അതുവരെ പോകാത്തൊരു സ്ഥലപ്പേരാണ്. എന്തായാലും കസ്റ്റമർ 500 മീറ്റർ അപ്പുറമുണ്ട്. നമുക്ക് നേരെ എത്തിയിട്ട് ഇവിടെ അവരുടെ അടുത്തേക്ക് പോവാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഊബർ മാത്രമേ ഓടുന്നുള്ളൂ എന്നുള്ളത്. ഞാൻ മാക്സിമം ഊബർ മാത്രമേ ഓടുന്നുള്ളൂ. കേരള സവാരി ഓടുന്നുണ്ട്. കാരണം കേരള സവാരിയിൽ മാസം കൂടുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഒരു ട്രിപ്പ് അടിക്കുക. കൂടുതൽ നൈറ്റ് ഓട്ടം കൂടുതൽ കിട്ടുന്നത് എനിക്ക് ഊബറാണ്. അതുകൊണ്ട് ഊബർ മാത്രമേ ഇപ്പോൾ ഈടെയായിട്ട് ഓടുന്നുള്ളൂ. ആദ്യം കേരള സവാരി ഇല്ലെന്ന് യാത്രി ഓല ഉണ്ടായിരുന്നു. റാപ്പിഡ് ഓടലില്ല. അപ്പം എന്താ നമ്മൾ കസ്റ്റമർ അടുത്ത് എത്തിയിട്ടുണ്ട്. കസ്റ്റമർ അടുത്ത് എത്താറായിട്ടുണ്ട്. 80 മീറ്റർ. ഒന്ന് വിളിച്ചേക്കാം. എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. രവി. എന്നെ കണ്ടോ? എവിടെയാ നിൽക്കുന്നത്? ആ ഓക്കെ ഓക്കെ. ഹലോ, സുൽത്താൻ ഹോട്ടൽ റെസ്റ്റോറന്റ് അല്ല? അത് അതിന് ഫ്രണ്ടിലുണ്ട്. ആ ഓക്കെ ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ കസ്റ്റമർ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ ഇരുന്നിട്ടാണ് ബുക്ക് ചെയ്തിട്ട്. അവിടെ നിന്ന് ഒരു പട ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളത് ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഏകദേശം സ്ഥലം ഏതാണിത്? സ്ഥലം ഏതാ? പള്ളൂരി മുളന്തുരുത്തിയുടെ സ്ഥലം. 20 കിലോമീറ്റർ, 317 രൂപ. അപ്പോൾ നോക്കാം ഗൈസ്, കോൾ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു വിചാരിക്കുന്നത്. 10 ഇല്ലെങ്കിൽ 9 കിലോമീറ്റർ കാലടിച്ച് ഇങ്ങനെ വന്നു ഞാൻ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ഏകദേശം അടുത്ത CNG സ്റ്റേഷൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. കേട്ടാ ഇങ്ങനെ എടുത്താണ് വണ്ടി. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഭ്രാന്താവും. കാരണം CNG ഇനി ആകെ ഒരു 4 വട്ടേ ഉള്ളൂ. CNG അടിക്കാതെ ഓടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ടെൻഷനാണ്. കാരണം ഇപ്പം ഈ പറഞ്ഞ മാതിരി വലിയ തോട്ടം 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 20-40 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 2 വട്ട CNG-നാവും. അത് ഒരു ബുദ്ധിമുട്ടല്ലേ? ഇല്ലയെന്ന് തോന്നുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ? അതുകൊണ്ട് നമ്മൾ ഏകദേശം പേട്ട 56 ഒന്നും നോക്കുന്നില്ല, നേരെ പോകുന്നു, CNG-നടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാണാം. അതുവരെ ഊബർ ആപ്പ് നമ്മൾ ഓഫ് ആക്കിയെടുത്തു. കാരണം ഇനി ഇവിടുന്ന് CNG സ്റ്റേഷനിലേക്ക് ആകെ 2.5 കിലോമീറ്ററേ ഉള്ളൂ. വെറുതെ അവർ കളയണ്ടല്ലോ എന്നല്ല, ടെൻഷൻ അടിക്കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പേട്ട ഓണാക്കിയത് മിക്കവാറും അവിടെ നിന്ന് അവിടെ തന്നെ മുന്നിൽ തന്നെ അടിക്കും. കാരണം ഈ ഒരു പരിസരത്ത് നിന്ന് ട്രിപ്പ് അടിക്കുന്നതാണ്.
ഞാൻ CNG ഫില്ല് ചെയ്തിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ഒരു എയർപോർട്ട് അടിക്കുകയാണെങ്കിൽ സെറ്റായിരുന്നു. അപ്പം നോക്കി ഗൈസ്, എയർപോർട്ട് അടിച്ചിട്ട് കാണാം. അല്ല സോറി, CNG അടിച്ചിട്ട് കാണാം. അയ്യോ ഗൈസ്, അപ്പോൾ ഈ ഡേറ്റ് 10 മണിക്ക് നമ്മുടെ പേട്ട CNG പമ്പ് സ്റ്റേഷൻ ക്ലോസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഹബ്ബ് പോകണം. ഇതാണ് ഈ ഇറങ്ങുമ്പോൾ തന്നെ CNG അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഡിനുണ്ടല്ലോ, ആ ഒരു സാഡ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊളിയും. അതിൽ സാഡ് അടിച്ച്, അതാണ് പറഞ്ഞത്. ഞാൻ ഊബർ ആപ്പ് ഓണാക്കി, ഇപ്പോൾ വല്ലാണ്ടങ്ങിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓണാക്കിയിട്ട് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്തായാലും ഇവിടെ പോവാണ്. ഹബ്ബിൽ പമ്പ് പോയി അടിച്ചിട്ട് കാണാം. പറഞ്ഞ് നാക്കെടുത്തില്ലേ കാഴ്ച അടിച്ച്. കാക്കനാട് വലിയ കുഴപ്പമില്ല, അവിടെ ഒരു പമ്പുണ്ട്. അത് ഈ 10 മണിയാകുമ്പോൾ അടയ്ക്കുന്നതാണെങ്കിലാണ് ഉപയോഗ പരിപാടി ഇപ്പോൾ. കസ്റ്റമർ 2 കിലോമീറ്ററിന് കാണിച്ച്. യു ടേൺ അല്ല എന്നുണ്ടെങ്കിൽ യു ടേൺ അല്ല. ഓക്കെ, പാലത്തിൻ്റെ ചോട്ടുകൂടിയാണ് പോകേണ്ടത്. 750 മീറ്റർ. പാലത്തിൻ്റെ ചോട്ടുകൂടി ഇല്ല, പാലത്തിൻ്റെ അപ്പുറത്താണ്. സോറി, പാലത്തിൻ്റെ ചോട്ടുകൂടി വഴിയില്ല. വഴിയുണ്ട്, അതെങ്ങോട്ടാന്ന് അറിയില്ല. വഴിയൊന്നുമല്ല. ഇവിടെ എത്തിയാൽ എനിക്ക് ഉറപ്പാണ് ഈ ഒരു പരിസരത്ത് എനിക്ക് ട്രിപ്പ് അടിക്കുന്നുള്ളത്. എങ്ങനെ വന്നാലും ഒരു 6-7 കിലോമീറ്റർ കാലടിച്ച് ഇവിടെ വരെ നടന്നാൽ ഇവിടെ ട്രിപ്പ് അടിക്കും, കൺഫേം. അപ്പം അടിച്ചില്ലേ? പക്ഷേ CNG ഇല്ലാത്തൊരു ഇപ്പോൾ 3 കട്ടായി. മറ്റേ മൈലേജ് ഷോട്ട് ഉണ്ടാവുന്ന വേണ്ടിക്ക് ഒരു ഐഡിയ കിട്ടില്ല. ആ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്തായാലും കാക്കനാട് എത്തിക്കഴിഞ്ഞാൽ ആ പരിസരത്ത് എവിടെന്നെങ്കിലൊക്കെ അധികം ദൂരമില്ലാത്ത എവിടെന്നെങ്കിലേ ഈ CNG ഫില്ല് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. 240 മീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റമർ അടുത്തേക്ക്. എന്തായാലും ചെറിയ റോഡാണ്. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ലോക്കായി പോകും. അങ്ങനെയെങ്കിലും എടുത്തു പോകും, അതല്ല വിഷയം. നോക്കിയാൽ നിങ്ങൾ എത്ര ചെറിയ റോഡാണ്. ഈ പരിസരത്തുള്ളവർ വിഷയമില്ല, ഇത് പുറത്തുനിന്ന് വരുന്നവർക്കായിരിക്കും വിഷയമില്ല. നമ്മളെ പോലെ റോഡിലൊക്കെ കയറുന്നവർക്കായിരിക്കും ബുദ്ധിമുട്ട് വരിക. എന്തായാലും കറക്റ്റ് ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വിളിച്ചു നോക്കാം. ബ്രോ നമ്മളെ കണ്ടിട്ടോ. ഓക്കെ, തിരിച്ചു പോകണല്ലോ അതേമാതിരി. എന്തോ തിരിച്ചു പോകണ്ടേ? കണ്ട ഈ വഴി പോകാൻ പറ്റുമോ? മറ്റേ ഫ്ലൈ ഓവർ വഴി ഇതില് മറ്റേ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇരുമ്പനം വഴി പോകാൻ. അല്ല, ഞാൻ നോക്കില്ല, ഞാൻ ഏത് വഴി കൂടെ പോവാന്ന് ചോദിച്ചാൽ. കാക്കനാട് 2 വഴിയും പോയി ഫ്ലൈ ഓവർ കടന്നു പോകാം. അങ്ങോട്ട് അങ്ങനെ നടന്നിട്ടല്ലേ? ചിലപ്പോൾ ഇരുമ്പനത്ത് റോഡ് ചിലപ്പോൾ കുറച്ച് കൺജസ്റ്റഡ്. ഊബർ ഏത് വഴിയാക്കി തരുന്നത് നോക്കട്ടെ ഞാൻ ആദ്യം. ഊബർ ഒരു വഴിയും കാണിക്കുന്നില്ല, അത് ഇടയ്ക്ക് ഉണ്ടാവുന്നതാണ്. കടന്ന് കറങ്ങി പോകും. ഞാനെപ്പോഴും ഈ വഴിയാണ് പോവാറ്. നോക്കട്ടോ, ഇപ്പൊ ഈ വഴി തന്നെയാണ് ഇത്. കുഴപ്പമില്ലാത്ത വഴിയാണ്. 11 കിലോമീറ്റർ. ഹായ് ഗൈസ്, അപ്പോൾ അതെ നമ്മളത് ഡ്രോപ്പ് ചെയ്തു. 218 രൂപ. 300 രൂപയായിരുന്നു ക്യാഷ് കളക്ട് കാണിച്ചത്. സോറി 300 അല്ല, 289 രൂപയാണ് ക്യാഷ് കളക്ട് കാണിച്ചത്. എനിക്ക് കിട്ടിയത്
218 രൂപ. എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടേ, ഒരു മിനിറ്റ് ഗൈസ്. ഈ 12 കിലോമീറ്റർ 28 മിനിറ്റ്. DLF ഫ്ലാറ്റ്. ഇനി ഇവിടുന്ന് നമ്മൾ എന്തായാലും CNG അടിച്ചിട്ട് ഒട്ട കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്നു. സംഭവം ഇനി ഒരു 10-60 കിലോമീറ്റർ ഓടും. എന്നാലും ഒരു സമാധാനത്തിന് CNG അടിക്കാൻ വേഗം പറ്റും. അപ്പം നോക്കി ഗൈസ്, അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഇന്നൊരു ടാറ്റൂവിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ലൈവായിട്ട് പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വർക്ക്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മളെ. കണ്ടാര് പറഞ്ഞ മാതിരി എത്തി വിചാരിച്ചു ഗൈസ്. ഇതാണെങ്കിൽ അത്ര അക്കലായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇനിയും പോകാണ്ട്. ഗൈസ് മാരക ക്യൂ ആണ് ഗൈസ്. ആ തലക്കലെത്തണം. ഒരു 10-20 വണ്ടിയുണ്ട്. ശരിയാവില്ല ഗൈസ്, ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇവിടെ നിന്നും നാളെ ഞാൻ ശരിയാവില്ല. ചക്കരപ്പറമ്പ് എന്താ അവസ്ഥ എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ഇല്ലാഞ്ഞിട്ടോ അവിടെ. അയ്യോ, അവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഊമ്പി വേറൊന്നും പറയില്ല. അയ്യോ, എന്തായാലും നേരെ ചക്കരപ്പറമ്പ് പോവാം. ഇത്ര നേരമൊന്നും ഞാൻ ഇതാക്കി ഇരിക്കുക, എന്നെ കൊണ്ടൊന്നും വയ്യ. പട്ടാളം പിടിച്ചതിനെ കാരാമടിച്ച അവസ്ഥ ആവാതെ ഇരുന്നാൽ മതി ടീച്ചർ. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. നമ്മളെ പേഴ്സണൽ ഓട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാക്കനാട് നിന്ന് ഡ്രോപ്പ് ചെയ്ത് നേരെ CNG അടിക്കാൻ ചക്കരപ്പറമ്പ് പോയി. അവിടുന്ന് CNG അടിച്ചു. തിരിച്ചു വരുമ്പോഴാണ് എന്നെ വിളിച്ച് എവിടെയെന്ന് വെച്ചു. അപ്പോൾ നേരെ ആ ഒരു ഓട്ടത്തെ കംപ്ലീറ്റ് ചെയ്യും. ഇനിയിപ്പോൾ രാജഗിരി ഹോസ്പിറ്റൽ, വേറെ എവിടെയില്ല. നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം പുള്ളിക്കാരൻ എടുക്കാൻ വരുന്നെങ്കിൽ ഞാൻ ഊബർ ഓഫ് ആക്കിയിട്ട് ചെയ്തിരുന്നു. ഒരു ചെറിയൊരു ഓട്ടോ അടിച്ചു 115 രൂപയുണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അതിൻ്റെ അക്സെപ്റ്റിൻ്റെ റേറ്റ് മിക്കവാറും ഞാൻ നോക്കട്ടെ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു കേട്ടോ. 92 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എൻ്റെ റേറ്റ്. 96 ആയിരുന്നു ഉണ്ടായിരുന്നത്. 94 കുറഞ്ഞു. 2% കുറഞ്ഞു. എന്തായാലും ചെയ്യാം. ഒരെണ്ണം എടുത്തില്ലെങ്കിൽ 2% കുറയാം. നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഓണാക്കി ഇരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് രാജഗിരി ഹോസ്പിറ്റൽ വഴി അറിയാം. എന്നാലും ഒന്ന് മാപ്പ് വെച്ചേക്കാം. രാജഗിരി ഹോസ്പിറ്റൽ മറ്റേതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് 2.8 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ പാലാരിവട്ടം ഭാഗത്ത് അങ്ങോട്ട് പോകുകയാണെന്ന് വെച്ചാൽ 15 കിലോമീറ്റർ ഉണ്ട്. അത് നഷ്ടമാണ് ഉണ്ണി. അതെന്നാണ് ഈ പോകുന്ന പോക്കിൽ ട്രിപ്പ് അടിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും രാജഗിരി ഹോസ്പിറ്റലിലെ പൈസ ഈടാക്കി എടുക്കണം ഗൈസ്. നമ്മളിത് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ സൈഡാക്കിയേക്കാണ്. അപ്പോൾ അതിനി അടുത്ത് ഓട്ടോ അടിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രതീക്ഷ അല്ല, ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ഓട്ടമാണ്. പക്ഷെ ഇപ്പോൾ ഈ ഡേ ആയിട്ട് കിട്ടുന്നത് മുഴുവൻ ചെറിയ ഓട്ടങ്ങളാണ്. ഇപ്പം അടിച്ചതും ഒരു ചെറിയൊരു ഓട്ടമാണ്. നമ്മളുടെ കസ്റ്റമർ എടുക്കാൻ പോകുന്നു. ഒന്ന് വിളിച്ചേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ആ താഴെ പോയപ്പോൾ ഇവിടെ ഇരുന്ന ആള് പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എവിടെയാണോ. ഹലോ, ഹായ് ഗൈസ്. അപ്പോൾ 2.5 കിലോമീറ്റർ ആയിരുന്നു റണ്ണിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഫെയർ ഇന്ത്യയിൽ കാണിച്ചത്
115 രൂപ എന്നങ്ങനെ എന്താണ് എനിക്ക് കിട്ടുന്നത് കാണിച്ചത്. അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. കിലോമീറ്റർ ഉണ്ട് ഇത് 2.66 കിലോമീറ്റർ, 6 മിനിറ്റ് റണ്ണിങ്. 5 ഇതാണ് റണ്ണിങ്, 6 മിനിറ്റ് തന്നെ. 102 രൂപ. ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമാണ്. നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നഷ്ടമാണ്. കാരണം വണ്ടി സ്റ്റാർട്ടാക്കാനും പിടിക്കാനും എല്ലാം കൂടി എഞ്ചിൻ കത്തുന്നുണ്ട്, പെട്രോളും കത്തുന്നുണ്ട്. പക്ഷേ ചെറിയ റോട്ട് നല്ലൊരു ടയറും കൂടി നോക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല ഗൈസ്. എന്തോ അത് കംപ്ലീറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഓട്ടം കിട്ടണം, എന്നാലേ കാര്യമുള്ളേ. ഈ ചെറിയ 100 രൂപേൻ്റെ 10 ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആകെ 1000 ലാഭമുള്ളൂ. അതിനിടയ്ക്ക് ഒരു 5 ഓട്ടം നല്ലത് കിട്ടുകയാണെന്ന് വെച്ചാൽ 2000-2500 ആവുകയാണെങ്കിൽ കാര്യമുള്ളൂ. എന്തായാലും 2.5 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ തിരിച്ച് അതേമാതിരി തന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ പോകണം. അപ്പോൾ നോക്കെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. അപ്പം കാഴ്ച നമ്മൾ ആ ഒരു ഓട്ടം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നീട് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അല്പൊന്ന് മാറ്റി അങ്ങോട്ട് ഇറക്കിയിട്ടാവട്ടെ എന്ന് ചോദിച്ചു. അവസ്ഥ അറിയില്ലല്ലോ. അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഗൈസ് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണുള്ളത് കേട്ടോ. ഞാൻ തിരിച്ച് റൂമിൽ എത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ലൊക്കേഷൻ വെച്ച് കാണാം. പാലാരിവട്ടം മതി. സമയം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുക അങ്ങോട്ട് അടിക്കാന്ന്. ഒരു രക്ഷയില്ല ഗൈസ്, ബസ് സർവീസും തുടങ്ങി. ഇതുവരെ ഒരെണ്ണം അടിച്ചിട്ടില്ല. അപ്പോൾ കിടന്നടിക്കും, പക്ഷെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവും. അതാ വിഷയം. മെല്ലനെ ഞാൻ വണ്ടി എടുത്തു ഗൈസ്. നമുക്ക് അവിടെ നിന്നൊക്കെ ഒരു മടി കുടുങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ വണ്ടി എടുത്ത് തിരിച്ചു വരികയായിരുന്നു. ഞാൻ കളമശ്ശേരി, കറക്റ്റ് കളമശ്ശേരി എത്തിയപ്പോൾ ട്രിപ്പ് അടിച്ചില്ല. എങ്ങോട്ടാണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ചെറുതായിട്ട് പാടി വേറെ ഒന്നല്ല, അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഈ ഹോട്ടലിനെ ആയിരിക്കും. എന്തായാലും നമ്മളോട് നിൽക്കും. ഏതാ സ്പോട്ടൊന്നും കൊടുത്തിട്ടില്ല. ഹോട്ടൽ ഗൈസ്, ആ ഓട്ടം എയർപോർട്ടിൽ കയറും കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്തു. ഒരു മിനിറ്റ്. കിലോമീറ്റർ 18.8 കിലോമീറ്റർ 367 രൂപ. എത്രയുണ്ട്?
22 മിനിറ്റ് റണ്ണിങ്. 22 മിനിറ്റ് അല്ല, 25 മിനിറ്റ് റണ്ണിങ് പറയേണ്ടി വരും. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാലടിച്ച് ഞാൻ ഓടിയിട്ടുണ്ട്. കാരണം ആലുവ രാജഗിരിയിൽ നിന്ന് ഓട്ടം നടിക്കാച്ചിട്ട് നേരെ സംഭവം അടിക്കും. ചോറൊരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊളിയല്ലോ. അങ്ങനെ ആ പൊളിഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, രാജഗിരിയിൽ നിന്ന് ഇറങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷൻ വന്നു. അവിടെയും വന്ന് ഏകദേശം ഒരു 1 hour നിന്നിട്ട് ട്രിപ്പൊന്നും അടിക്കാതെ ആയപ്പോഴാണ് ഞാൻ 1 hour ഇല്ല, അതിൻ്റെ കുറച്ച് അടുപ്പായപ്പോഴാണ് ഞാൻ എടുത്തിട്ട് പാലാരിവട്ടം ഭാഗത്തേക്ക് വരാൻ ചെയ്തു. നമ്മൾ കളമശ്ശേരിയിൽ നിന്ന് അടിച്ച് കളമശ്ശേരി ടൗൺ ആ മറ്റേ മെട്രോ സ്റ്റേഷനിൽ പേര് കേട്ട് എനിക്കറിയുന്നില്ല, അവിടെ നിന്ന് അടിച്ചു. അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ നമ്മുടെ അങ്ങോട്ട് പാലാരിവട്ടം ഭാഗത്തേക്ക് ഫ്ലൈ മറ്റേ മാപ്പ് ഇട്ടിച്ചിട്ട് അത്താണി പോയി കിടക്കാമെന്ന് വിചാരിക്കാം ഗൈസ്. അപ്പം ഞാൻ അത്താണി എത്തിയിട്ട് കാണാം. അതിൽ പൈസ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ ഗൈസ്, നമുക്കൊരു ഓട്ടം കൂടി അടിച്ചിട്ടുണ്ട്. ആരാപ്പുഴ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഗൈസ്. നമുക്ക് എയർപോർട്ടിനകത്ത് നിന്ന് തന്നെ കേട്ടോ. അത് ലക്കാണ്, അത് വാരാപ്പുഴ അങ്ങോട്ട് തന്നെയാണ്. 60 റുപ്യ പോയി ഇനി വരുമ്പോൾ ഒരു 60 റുപ്യ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ഇനി കിട്ടുന്നില്ല. അന്നേരം കസ്റ്റമർ എടുത്തിട്ട് കാണാം. നമ്മളെ കസ്റ്റമറാണ് നിൽക്കുന്നത്. അയ്യോ, ചേട്ടാ ഡിക്കി സ്പേസ് ഉണ്ടാവില്ല, അതാ ഞാൻ വിളിച്ചത്. ഡിക്കി സ്പേസ് ഉണ്ടാവില്ല, സീറ്റിൽ വെക്കാം. ഫ്രണ്ടിലല്ല ഇരിക്കുന്നത്. ഒരാളോട് വയ്ക്കാലോ. എത്തില്ലേ ഒരാളെ ചെയ്യണം. ചെറുതാണല്ലേ, ഇറക്കി വെക്കണം. ഇവിടെ പോവോ? ഇറങ്ങി ഇടുന്നു വരും. അല്ല, ഡോർ അടയ്ക്കാൻ പറ്റുമോ? ആ, ഇവിടെ ഇരുന്നോളൂ. ആ, ഓക്കെ. നമുക്ക് ഈ ഡിക്കി സ്പേസ് ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ റേറ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റേറ്റും ഭയങ്കര വ്യത്യാസമാണല്ലോ. ഇപ്പം എത്ര കാണിച്ച് 800 റേറ്റോളം. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നേർപ്പകുതിയായിരുന്നു. ഓഫർ എന്തെങ്കിലും ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഓഫർ ആയിരിക്കും, ഞങ്ങൾക്ക് കമ്പനി ആയിരിക്കും. പക്ഷെ എന്തോ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഈ നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങുമ്പോഴേക്കും ഇവിടെ വേറെ ടാക്സിക്കാർക്ക് അങ്ങനെ വരാനേ പാടില്ല. പ്രീ ടാക്സിയിൽ അങ്ങനെ കണ്ട നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ. അപ്പോൾ ആ ഒരു പടം പടത്തിന് പുള്ളിക്കാരെ എന്താ പറയുക, ഒരു ആക്ടറാണ്, ജിം ട്രെയിനറാണ് പുള്ളിക്കാരൻ. ഊത് സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് പടങ്ങളിലുണ്ട്. എനിക്ക് കുറേ കാണിച്ചു തന്നു, കുറേ പടത്തിൻ്റെ പേര് പറഞ്ഞു. നമ്മളെ ഈ മൂവി മറ്റേ പടം വല്ലാതെ കാണാത്ത ഒരാളായതുകൊണ്ട് കുറേ എനിക്ക് അറിയത്തില്ല. ചില വേഷങ്ങൾ ഞാൻ കാണും ചെയ്തു, ഇഷ്ടപ്പെടുകയും ചെയ്തു. വർത്തമാനം പറഞ്ഞ് നിർത്തിയല്ല ഞങ്ങൾ, സോറി, നിർത്തി ഒന്ന് പുകയ്ക്കണം എന്ന് പറഞ്ഞ പുള്ളി. അങ്ങനെ പുകച്ച് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്ത് ഇറങ്ങിയത്. അങ്ങനെ പുള്ളിയെ ഡ്രോപ്പ് ചെയ്തു ഗൈസ്. പുള്ളിയെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഫെയർ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ട്രിപ്പ് 21 കിലോമീറ്റർ 473 രൂപ, 50 മിനിറ്റ് റണ്ണിങ്, 1 മണിക്കൂർ തന്നെ.
ഒരു പുണ്ണാക്ക് കിട്ടിയില്ല. അത് മര്യാദക്കുള്ളൊരു ഫെയർ കിട്ടില്ല ഓട്ടോയിൽ, സാറില്ല. അപ്പം ഞാൻ അടുത്ത റിപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമുക്കിത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് കറങ്ങണം, ബാക്കിലല്ല, ബാക്കിലാണുള്ളത്. ഒന്ന് കറങ്ങി ചെന്ന് കസ്റ്റമർ എടുത്തിട്ട് വരാം. 550 മീറ്ററേ ഉള്ളൂ കസ്റ്റമർ കയ്യിൽ. വഴി അങ്ങോട്ടാണ് കാഴ്ച കാണിക്കുന്നത്. നമുക്കൊന്ന് പുള്ളിയെ വിളിച്ച് നോക്കാം. ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. ആ റൂട്ടിലേക്ക് വീടിനങ്ങോട്ട് വണ്ടി വരുമോ? അതിലല്ലേ? ഓക്കെ, ഇത് ഞാൻ ഇറങ്ങിയത് 100 മീറ്ററേ ഉള്ളൂ. ആ, ഒരു ബൈക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം വണ്ടികളുണ്ട്, തിരിക്കാനുള്ള സ്ഥലവും ഉണ്ട്. പുള്ളി പുറത്തുണ്ട്, കണ്ടത് ഡെഡ് എൻഡ് ആണല്ലോ. ഞാൻ ഇവിടെ എത്തിയല്ലോ. ഞാൻ ഇവിടെ നിന്ന് വഴി അവസാനിച്ചു. ഇവിടെ വഴി അവസാനിച്ചു. ഇവിടെ ഞാനേ അല്ല, ഞാൻ ഇവിടെ തിരിക്കട്ടെ വണ്ടി ഒന്ന്. നിങ്ങൾ തന്നെ പറ. ഇതൊരു ഡെഡ് എൻഡ് ആണ്. പുള്ളി ഞാൻ പുറത്തുണ്ട്, പുറത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാം, അയ്യോ അങ്ങോട്ട് പോകില്ല, അവിടെ ബാക്കിലാണ്. ഹലോ ഹലോ ഹലോ, ഞാൻ എവിടെയാണ്? ഓട്ടത്തിലാണ്, പറഞ്ഞോ. ഞാൻ പരിസരത്ത് തന്നെ ഉണ്ട്. ഞാൻ ഇപ്പം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. ആ കസ്റ്റമർ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ വിളിക്കാം.
87 94. എത്ര സമയം കാണിക്കുന്നതിൽ? ഒരു മിനിറ്റ് നോക്കട്ടെ. 26 മിനിറ്റ്. 6:50 എത്തും അല്ലേ? 6:50 നോക്കി. 6:35. ഹായ് ഗൈസ്, അപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണത്. അയ്യോ, അമ്മായി ഉണ്ടല്ലോ ഇതില്. ഗൈസ് 287 രൂപയാണ് ക്യാഷ് കളക്ട് കാണിച്ചത്. എനിക്ക് എത്ര കിട്ടി, എത്ര കിലോമീറ്റർ എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അത് വരുന്നില്ല, അപ്ഡേറ്റ് ആയിട്ട് ചെയ്തത് ആവശ്യം. 240 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 240.58 പൈസ. അടുത്ത ട്രിപ്പ് അടിച്ച് കാണാം ഗൈസ്. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. അവിടുന്ന് ട്രിപ്പൊന്നും അടിച്ചില്ല. 6:30 7 മണിയായി. 8 മണിക്ക് ഇറങ്ങിയതാണ്. 1 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. അങ്ങനെയല്ല, വേണമെങ്കിൽ നിർത്താൻ, വേണമെങ്കിൽ പോവാന്നുള്ളൊരു രീതിയിലാണ്. ഒന്നും നോക്കിയിട്ടില്ല, കാരണം ആവശ്യമില്ലാത്ത ഓട്ടോ കുറേ ഓടുന്നുണ്ടേ. സൈഡാക്കാന്ന് വിചാരിച്ചു. ടോട്ടല് 2200 മാത്രമേ ആയുള്ളൂ. ഇന്നലെ ഇന്നും കൂടി കേട്ടോ. ഇന്നത്തെ മാത്രം 1000, ഇന്നലത്തത് 1100 സംതിങ്. അങ്ങനെ 2200 എണ്ണം കൂടി എല്ലാം കൂടി. അപ്പം രാത്രി കാണാം ഗൈസ്.